വൈറ്റ് ഹൌസിൽ നടന്ന നിർണായക കൂടിക്കാഴ്ച പോസിറ്റീവായ നിലയിൽ ശ്രദ്ധിക്കപ്പെടുമ്പോഴും റഷ്യ യുക്രൈൻ സമാധാന ശ്രമങ്ങളിൽ ട്രംപിന് അത്ര ആത്മവിശ്വാസം പോരെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ട്രംപിന്റെ തന്നെ വാക്കുകൾ. സമാധാനം പുടിൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. എന്താണ് പുടിൻ ചെയ്യുകയെന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മനസ്സിലാകും. സമാധാന കരാറിന് തയ്യാറാകാതിരുന്നാൽ കഠിനമായ പലതും പുടിൻ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം സെലൻസ്കിയും പുടിനും തന്റെ സാന്നിധ്യത്തിലല്ലാതെ കണ്ടുമുട്ടുന്നതാണ് നല്ലതെന്നും ട്രംപ് പറയുന്നു. മുന്നറിയിപ്പും വെല്ലുവിളിയും നടത്തിക്കൊണ്ട് ശരിക്കും എന്താണ് ഈ സമാധാന ശ്രമങ്ങളിലൂടെ ട്രംപ് ആസൂത്രണം ചെയ്യുന്നത് എന്നും സംശയിക്കുന്നവരുണ്ട്. ഇതിനിടയിലാണ് ഇന്ത്യക്ക് മേൽ ഇരട്ട തീരുവ ചുമത്തിയത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്ന് വൈറ്റ് ഹൌസ് വെളിപ്പെടുത്തുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് പുടിൻ തയ്യാറായതുപോലും ആ സമ്മർദ്ദത്തിൽ വീണാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. ഏറ്റവും നിർണായകമാകുന്ന ത്രികക്ഷി ചർച്ചയ്ക്ക് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് വേദിയാക്കാനുള്ള ആലോചനയിലും അതിനുള്ള ഒരുക്കത്തിലുമാണ് ട്രംപ്. എന്തായാലും ഒരു വശത്ത് സമാധാനത്തിന് വഴി തുറക്കുമ്പോൾ മറുവശത്ത് ആക്രമണം കടുക്കുകയാണ്. ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ട് റഷ്യ യുക്രൈനെതിരെ ആക്രമണം കടുപ്പിക്കുമ്പോൾ സമാധാന ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.